പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചെങ്കിലും ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളുടെ അലയൊലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല. രണ്ട് മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങൾ നടത്തിയ പരസ്യങ്ങളാണ് ഇപ്പോൾ പലരും ഏറ്റുപിടിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. എന്നാൽ അതൊക്കെ രാഷ്ട്രീയ പക്ഷത്തു നിന്ന് ഏറ്റുപിടിച്ച് വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം, ഒരു പത്രത്തിൽ ഒരു ദൃശ്യശ്രാവ്യ മാധ്യമത്തിൽ വരുന്ന പരസ്യങ്ങളുടെയൊക്കെ മെറിറ്റും താല്പര്യവും ആ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ആ പത്ര മാനേജ്മെന്റുകൾക്ക് എന്താണ് ബന്ധമുണ്ടാവുക എന്നതൊക്കെ. അതുകൊണ്ട് വിവരമുള്ള ബോധമുള്ള ആരോടും അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. പക്ഷെ അത്തരം ചില സംഗതികളെ ഏറ്റുപിടിച്ച് ഒരു ഞാഞ്ഞൂല് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, സാക്ഷാൽ റഫീഖ് മൗലവി. അയാളുടെ ചില കപട ഡയലോഗുകളാണ് ഇപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ആ പരസ്യം വന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഒരു ഡേഞ്ചർ പ്രശ്നമാണെന്നൊക്കെയാണ് റഫീഖ് മൗലവി തള്ളുന്നത്. അതിലപ്പുറം ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. റഫീഖ് മൗലവി ഇനി പറഞ്ഞാലും അത് ഹംകിന്റെ വാക്ക് ചെവിക്ക് പുറത്ത് എന്നതിനപ്പുറത്ത് ബോധമുള്ള മുസ്ലിമീങ്ങളൊന്നും അതിനെ സ്വീകരിക്കാറില്ല എന്നത് ഒരു സത്യമാണ്. എന്നാലും സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഒരു ചെറിയ പ്രതികരണം ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്താണ് അങ്ങേര് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമായി കണ്ടത് എന്നുകൂടി ചങ്ങാതി തന്നെ കത്തിയടിക്കട്ടെ. ഇദ്ദേഹത്തിന്റെ നിലപാട് വളരെ വ്യക്തമായ നിലക്ക് സമൂഹത്തോട് മീഡിയകളിലൂടെയും മറ്റുമൊക്കെ ഈ രൂപത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടും സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ഗ്യാരണ്ടി ഉള്ളതാണെന്നോ ആധികാരികമാണ് എന്നൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. തൽക്കാലം അദ്ദേഹം പ്രത്യക്ഷത്തിൽ പറഞ്ഞത് സ്വീകരിക്കുക എന്നത് തന്നെയാണ് ആ പരസ്യം കൊടുത്ത മാനേജ്മെന്റുകളുടെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഒരു പത്രത്തിൽ വന്ന പരസ്യത്തിന്റെ മെറിറ്റ് ആ പത്രത്തിന്റെയോ പത്ര മാനേജ്മെന്റിന്റെയോ നിലപാടല്ല. ഏത് പത്രവും ഏത് സംഘടനയുടെ പത്രത്തിലും എന്ത് പരസ്യം വന്നാലും അതൊക്കെ അത്രേ അതിനർത്ഥമുള്ളൂ. അത് റഫീഖിന് അറിയില്ലെങ്കിലും വിവരമുള്ളവർക്ക് അറിയാം. പക്ഷെ RSS എന്നത് ഒരു പ്രത്യാശാസ്ത്രമാണ്. ഒരു സ്റ്റേജിൽ കസേല കിട്ടാതെ ആയിപ്പോയാൽ മാറുന്ന ആശയമല്ല. RSSകാരന്റെ ആശയം എന്നതൊക്കെ വളരെ ഗൗരവമായി മുസ്ലിമീങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന RSSകാരൻ മതേതരത്വത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മുൻകാല നിലപാടുകൾ സമൂഹത്തിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. ഇനി പ്രദർശിപ്പിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഒരു പത്രത്തിൽ പരസ്യമായി വന്നതിന്റെ പേരിൽ ഇങ്ങനെ ആകാശം പൊളിഞ്ഞു ചാടുമെന്ന് വിളിച്ചു പറയേണ്ട കാര്യവുമില്ല. പിന്നെയും അദ്ദേഹത്തിന്റെ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കുക എന്നത് ശരിയാണോ? നിങ്ങൾ പറ. അദ്ദേഹത്തിന്റെ ഭൂതകാലം അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിൽ വളരെ പരസ്യമായി ബാക്കി കിടക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പരസ്യമായി തന്നത്. ആ FBയിൽ കണ്ട അതേ പ്രാധാന്യം തന്നെ ഈ പത്രത്തിലെ പരസ്യത്തിനും ഒരു പത്ര മാനേജ്മെന്റ് കാണേണ്ടതുള്ളൂ. അത് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ചെയ്യുക എന്നത് എത്രമാത്രം ഗൗരവമാണ്. കാരണം എന്താ, ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് പഠിപ്പിച്ച നീതിയുടെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു നൂറ്റാണ്ട് കാലം മുസ്ലിം കേരളത്തിന്റെ മുഖ്യധാരയിൽ ഷിർക്കിന്റെ ചാപ്പ കുത്തി തെരുവിൽ ആറാടുന്ന വഹാബി പുരോഹിതന്മാർക്ക് അങ്ങനെയുള്ള എന്ത് മര്യാദയും നീതിയുമാണ് ഇസ്ലാമിന്റെ പേരിൽ പറയാനുള്ള അവകാശം റഫീഖ് മൗലവി? ആ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന, നീതിയുടെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിനെ ഫോളോ ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ഇത്തരം വിഷയത്തിൽ ലോകത്തിന് മാതൃക കാണിക്കേണ്ടവരാണ്. എന്നിട്ട് അവര് തന്നെ, അതല്ലെങ്കിൽ മുസ്ലിം പത്രങ്ങൾ തന്നെ നിലപാട് തിരുത്തി പറഞ്ഞവനെ പിന്നെയും ഭൂതകാലം ചികഞ്ഞ് പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണോ? അത് നിസ്സാരമാണ് റഫീഖ് മൗലവി. കാരണം കൊടുത്തത് പരസ്യമാണ്, അല്ലാതെ പത്രത്തിന്റെ നിലപാടായി അദ്ദേഹത്തെ RSS ആയോ കോൺഗ്രസ് ആയോ ചാപ്പ കുത്താനുള്ള ശ്രമമല്ല പത്ര മാനേജ്മെന്റുകൾ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇജാതി ഡയലോഗുമായി ചാരിത്ര പ്രസംഗത്തിന് വരുന്ന റഫീഖ് മൗലവി ഈ പറയുന്നതിലൊക്കെ എന്ത് യുക്തിയും ന്യായവുമാണുള്ളത്? കേവലം സന്ദീപ് വാര്യർ വന്നത് ഇസ്ലാമിലേക്കല്ല കോൺഗ്രസിലേക്കാണ്. RSSൽ നിന്നാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ മുൻകാല നിലപാട് ഇപ്പോഴും അദ്ദേഹം FBയിൽ നിലനിർത്തിപ്പോരുന്നത് പത്രത്തിൽ ഒരു പരസ്യമായി വന്നതിനാണ് താങ്കൾ ഇങ്ങനെയൊക്കെ കത്തിയടിക്കുന്നത്. ചോദിക്കട്ടെ റഫീഖ് സലഫി, ഒരു മുസ്ലിം ജീവിതത്തിൽ നാഴികക്ക് 40 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്റെ നിലപാടും എന്റെ വിശ്വാസവും എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ ചാപ്പ കുത്തുന്നത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ച മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മനസ്സിലായോ റഫീഖ് മൗലവി? ജീവിതത്തിന്റെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഹൃദയത്തിൽ അതൊരു വിശ്വാസമായി കൊത്തിവെച്ചിരിക്കുന്ന, അതാണ് ഞങ്ങളുടെ വിശ്വാസമെന്ന് ആവർത്തിച്ചു പ്രത്യക്ഷത്തിൽ പറയുന്ന മുസ്ലിമീങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്. സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് വന്ന് RSS വലിച്ചെറിഞ്ഞു എന്നതല്ല, അതിനേക്കാൾ ഗൗരവമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇല്ലല്ലാഹ് പറയുന്ന മുസ്ലിമീങ്ങളെ കുറിച്ച് ഈ ചാപ്പകുത്തൽ എന്താണ് റഫീഖ് മൗലവി അതിൽ മുസ്ലിമീങ്ങളുടെ നിലപാട്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ച നിലപാട് എന്താണ്? മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു പ്രദേശത്തേക്ക് നിയോഗിക്കുകയും അവിടെ ചെന്ന് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യേണ്ട സന്ദർഭത്തിൽ മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു തന്റെ അനുഭവം പങ്കുവെക്കുന്നത് പ്രമാണങ്ങളിലില്ലേ? ആ സമൂഹത്തോട് യുദ്ധം നടത്തേണ്ടി വരികയും ആ സമൂഹത്തെ ആട്ടിയോടിക്കുകയും ചെയ്യേണ്ടി വന്ന പശ്ചാത്തലത്തിൽ തന്റെ മുമ്പിൽപ്പെട്ട ഒരു ശത്രു ആ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച സമയത്ത് കൂടെയുണ്ടായിരുന്ന അൻസാരിയായ ഒരു സ്വഹാബി ആ മനുഷ്യനെ വെറുതെ വിടാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ഉസാമ റളിയല്ലാഹു അൻഹു തന്റെ ആയുധം എടുത്തുകൊണ്ട് ആ മനുഷ്യനെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത വിവരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിക്കുന്നത്? യാ ഉസാമ ഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ ശേഷം ആ മനുഷ്യനെ താങ്കൾ കൊന്നുവോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. അതിന് സ്വാഭാവികമായി ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു പ്രതികരണമുണ്ട്, നബിയെ, ഞങ്ങളുടെ ആയുധത്തിൽ നിന്ന് രക്ഷ നേടാനാണ് അദ്ദേഹം അങ്ങനെ ഒരു വാചകം പ്രയോഗിച്ചത് എന്ന്. ഇത് പറഞ്ഞപ്പോഴും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതീവ ഗൗരവത്തോടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ആ ഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ ശേഷവും ആ മനുഷ്യനെ താങ്കൾ കൊന്നുകളഞ്ഞോ എന്ന ചോദ്യം. പ്രിയപ്പെട്ട റഫീഖ് മൗലവി, ഇവിടെ ഒരു രാഷ്ട്രീയ കാലുമാറ്റമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ജീവിതത്തിൽ ഉടനീളം പ്രഖ്യാപിക്കുന്ന, മനസ്സിൽ ആ ആദർശം കൊത്തിവെച്ച ഇവിടെയുള്ള ഭൂരിപക്ഷ മുസ്ലിമീങ്ങളെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം ഷിർക്കിന്റെയും കുഫറിന്റെയും ചാപ്പകുത്തി തെരുവിൽ ആറാടിയ ഒരാദർശത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ടാണ് സന്ദീപ് വാര്യർക്ക് വേണ്ടി താങ്കൾ ഈ വൃത്തികെട്ട സുവിശേഷം ഓതാൻ വരുന്നത്. എന്നാൽ സന്ദീപിനേക്കാൾ ഗൗരവമാണ് ഇവിടെയുള്ള സാദാത്തുക്കളും ആലിമീങ്ങളും അടക്കമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുസ്ലിമീങ്ങൾക്കെതിരെ ഷിർക്കിന്റെ ചാപ്പകുത്തൽ. ഇതൊരു സമൂഹത്തെ മാത്രമല്ല, വ്യക്തികളെ എടുത്തുകൊണ്ടും നിങ്ങൾ ഈ ചാപ്പുകുത്തൽ നടത്തിയിട്ടില്ലേ? മഹാനായ കാന്തപുരം ഉസ്താദിന്റെയും ഇ.കെ. ഉസ്താദിന്റെയും അടക്കം പേരെടുത്തു പറഞ്ഞ് അവരും അവരുടെ കൂടെയുള്ളവരും തീർച്ചയായും മുശ്രിക്കുകളാണെന്ന് പ്രഖ്യാപിച്ച വെളിയങ്കോട്ട് ഉമർ പാതിരിയുടെ അനുയായിയല്ലടോ താനൊക്കെ. ഇനി വ്യക്തികളെ എടുത്തുകൊണ്ടും ഇവരൊക്കെ കാഫിറും മുശ്രിക്കുമായി ചാപ്പകുത്തിയ ഡയലോഗുകൾ എത്രയാണുള്ളത്? പേരോട് ഉസ്താദിനെ കുറിച്ച് തന്നെ ബാലുശ്ശേരി പറയുന്ന മറ്റൊരു വാചകം നോക്ക് നിങ്ങൾ. ഉസ്താദ് വീണു, പരിസരത്തൊന്നും ആരുമില്ല, മുമ്പർക്കെട്ട് നീന്തു പറഞ്ഞോ കുളു 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 വെള്ളത്തിന്ന്. അപ്പൊ കാര്യകാരണ ബന്ധം മുറിഞ്ഞു. ഇനി ആരും രക്ഷപ്പെടുത്താൻ ആരും ചാടാനല്ല, നീന്തു പറഞ്ഞൂടെ, പരിസരത്തൊന്നും ആരുമില്ല. ആ സമയത്ത് മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പേരോട് മുശ്രിക്കായി. ഇത്തരം ദുർബലമായ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാദാത്തുക്കളെയും ആലിമീങ്ങളെയും ഒരു വലിയ മുസ്ലിം ജനസഞ്ചയത്തെയും ഷിർക്കിന്റെയും കുഫറിന്റെയും ചാപ്പുകുത്തി സായുജ്യം കൊള്ളുന്ന താങ്കളെ പോലെയുള്ള വഹാബി പൗരോഹിത്യത്തിന് എന്ത് അവകാശമുണ്ട് ഇസ്ലാമിന്റെ ഇത്തരം നീതികളും മര്യാദകളും ഒക്കെ പറയാൻ? ഇത് കേവലം ഒരു രാഷ്ട്രീയ കൂടുമാറ്റമല്ല റഫീഖ്. മുസ്ലിം തറവാട്ടിൽ ജനിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലെ കൊത്തിവെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസൽമാന്റെ നെഞ്ചത്തേക്ക് ഇനിയും നിങ്ങൾ കാഫിറും മുശ്രിക്കുമാണെന്ന് വിളിച്ചു കൂവുമ്പോൾ ഇല്ലാത്ത എന്ത് മനസാക്ഷി കുത്താണോ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ തന്റെയൊക്കെ മനസ്സിലുള്ളത്? ആർക്ക് വേണ്ടിയാണ് താങ്കളൊക്കെ ഈ വിവരക്കേട് വിളിച്ചു കൂവുന്നത്? ഇസ്ലാമിലേക്ക് ഒരാൾ വന്നാൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ കാലുമാറ്റങ്ങളും കൂടുമാറ്റങ്ങളും ഉണ്ടായാൽ അതിലൊക്കെ എന്താണ് പക്വതയായ നിലപാടുകളും നയങ്ങളും സ്വീകരിക്കേണ്ടത് എന്ന് ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കറിയാം. അതവർ സ്വീകരിച്ചു പോരുന്നുമുണ്ട്. എന്നാൽ ഒരു പത്രം എന്താണ് പരസ്യം കൊടുക്കേണ്ടത്, ആ പരസ്യത്തിന് ഒരു പത്ര മാനേജ്മെന്റിനോട് ആശയപരമായുള്ള ബന്ധം എന്താണ് എന്നതൊക്കെ വിവരമുള്ളവർക്ക് ബോധ്യമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് ഇത്തരം വിടവിലൊന്നും കോലിട്ടിളക്കി വഹാബിസം ചെലവാക്കാമെന്ന് റഫീഖ് മൗലവി സ്വപ്നം കാണുകയേ ചെയ്യേണ്ട.